ഇന്ന് മത്തങ്ങയുടെ തോട് കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഇതെല്ലാവരും ഈ മത്തങ്ങ എടുത്തിട്ട് മത്തങ്ങ തോടങ്ങ് എടുത്ത് കളയുമായിരിക്കും. എന്നാൽ എൻ്റെ കുഞ്ഞിലേക്ക് അമ്മ ഇതുപോലെ ഈ തോടെടുത്ത് നല്ല രുചികരമായ തോരന് ഉണ്ടാക്കി തരുമായിരുന്നു. ഞാനും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നിങ്ങളെ കാണിക്കാം. നിങ്ങളിൽ പലർക്കും ഇത് അറിയാമായിരിക്കാം, എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഇപ്രകാരം ഇതിൻ്റെ തൊലി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരല്പം അകത്തോട്ട് കയറ്റി നമുക്ക് കട്ട് ചെയ്യാം. ഇതേപോലെ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഈ തൊലി നല്ല ഉണക്ക് ഇനിയും പോയി കഴുകണം. നല്ലപോലെ കഴുകണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇത് നല്ലപോലെ കഴുകിക്കൊണ്ട് വരാം. ഇതുപോലെ നമുക്ക് ഇടയ്ക്കൂടെ കീറിയെടുക്കാം. കീറിയിട്ട് നമുക്ക് ഇതുപോലെ അരിയാം. തോരൻ വെക്കാൻ വേണ്ടിയ സാധനങ്ങൾ നമ്മൾ ഇതുപോലെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ കനം കുറഞ്ഞതാണ്. ഇതൊരു 2 കപ്പ് കാണും. 1 കപ്പ് തേങ്ങ തിരുമിയത്, ഒരു 4-5 ചെറിയ ഉള്ളി, 7-8 അല്ലി വെളുത്തുള്ളി, കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5-6 കാന്താരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. അതുപോലെ അല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. ഇത് വൻപയർ ബോയിൽ ചെയ്ത് ഞാൻ വെച്ചേക്കുന്ന ഒരു 1/2 കപ്പ് പയർ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടിയത് മഞ്ഞൾ ആവശ്യത്തിന്, ചെറിയൊരു ടീസ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിന് കരിയാപ്പില. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ കാന്താരി, വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഇതൊന്ന് ഒരു റണ്ണ് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ഇടാം. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് കരിയാപ്പില ഇടുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഇടുക. ഇത് ഒന്ന് ഒതുക്കിയെടുക്കാം നമുക്ക്. ഈ വിധത്തിൽ ഒതുക്കിയെടുക്കുക. അധികം അരഞ്ഞു പോകരുത്. ഒന്ന് ഒതുക്കാവേ, ഇങ്ങനെയാകണം. ഈ ചൂടായ കടായിലേക്ക് അല്ലെങ്കിൽ പാനിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങായും നമുക്ക് ഇടാം. അല്പം ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ടു. ഇത് മിക്സ് ചെയ്തു. നമുക്ക് മത്തങ്ങയുടെ തോടിന് നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഇച്ചിരി ഏറെ വെള്ളം ഒഴിക്കണം. ഏറെ എന്ന് പറഞ്ഞാൽ ഒരു 1-2 സ്പൂൺ വെള്ളം ഒഴിക്കേണ്ടി വരും. നോക്കിയിട്ട് വേവ് നോക്കിയിട്ട് ഞാൻ മിക്സി ജാറ് കഴുകിയ വെള്ളം ഒരല്പം ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ മൂടി വെക്കാം. 2 മിനിറ്റായി. നല്ല ലാവി വന്നു. ഇത് 2 മിനിറ്റ് നമ്മൾ ഇച്ചിരി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. ഇത് അല്പം കൂടെ വേവാനുണ്ട്. അപ്പം ഇതിനോടൊപ്പം നമുക്ക് ഈ പയർ കൂടി ഇട്ട് കൊടുക്കാം. അല്പം കൂടെ ഉപ്പ് വേണം. ഉപ്പിട്ടു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് വീണ്ടും അടച്ചു വെക്കാം ചെറിയ തീയിൽ. നമ്മുടെ തോരൻ റെഡിയായി. നല്ലപോലെ വെന്തു പറ്റി. നിങ്ങൾ തോടിൻ്റെ വേവ് അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അളിഞ്ഞു പോകരുത്. ഇനി റെഡിയായി. ഇനി നമുക്ക് കടുക് താളിക്കാം.
താളിക്കാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ, 1 1/2 അവനവൻ്റെ ഇഷ്ടം പോലെ ഒഴിക്കാം. എണ്ണ ചൂടായി. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇത് നല്ലത്. പിന്നെ വെളിച്ചെണ്ണ ഇല്ലാത്തവർ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇടാം. കരിവേപ്പില നമുക്കിടാം. ഇതിലേക്ക് നമുക്ക് ഈ അരിയും ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ അരിയുണ്ട്. അരിയെല്ലാം പൊരിഞ്ഞ് വരുന്നു, മൂത്ത് വരുന്നു. അല്പം കൂടി ഇട്ടിട്ട് നമ്മൾ അരിയെല്ലാം റെഡിയായി. ചുമന്നുള്ളിയെല്ലാം ചുമന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തങ്ങ തോട് തോരൻ തയ്യാറായി. നിങ്ങളിത് ട്രൈ ചെയ്യുമല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.